നമ്മളിവിടെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഡാറ്റ സ്ട്രക്ചറിൽ മെയിനായിട്ട് ഒരു 6 ടൈപ്പ് ഓഫ് ഡാറ്റ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കുന്നത്. അറേ, ലിങ്ക്ഡ് ലിസ്റ്റ്, സ്റ്റാക്ക്, ക്യൂ, ട്രീ, ഗ്രാഫ് എന്ന് പറഞ്ഞിട്ട് ഒരു 6 ടൈപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഏത് പഠിക്കുമ്പോഴും നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഈ ഡാറ്റ സ്ട്രക്ചർ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് വരുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. നമ്മൾ പഠിക്കുന്നതിൽ ട്രീയും ഗ്രാഫും നോൺ ലീനിയർ ആണ്. ബാക്കി എല്ലാം എന്തിന് എക്സാമ്പിളാണ്? ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിളാണ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എന്താ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു ഡൗട്ട് അവിടെ വന്നു അല്ലേ നമുക്ക്. അപ്പോൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെപ്പറ്റി നമുക്ക് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്കതിനെന്ത് വിളിക്കാം? ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണെന്ന് വിളിക്കാം. അപ്പോൾ അറേക്ക് തൊട്ടപ്പുറത്തിരിക്കുന്ന ആളെപ്പറ്റി ഒരു ഐഡിയ ഉണ്ട് അല്ലേ? കാരണം 0യിൽ നിന്ന് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, 1 1 1 2 അങ്ങനെ 1 വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കൂടി പോകുന്നു ഇൻഡെക്സ്. അത് തൊട്ടപ്പുറത്തുള്ള ആളെപ്പറ്റി എന്തുണ്ട്, ഒരു ഐഡിയ ഉണ്ട്. അതേപോലെ ലിങ്ക്ഡ് ലിസ്റ്റിനും ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പുറത്തുള്ള ആളെപ്പറ്റി എന്തുണ്ട്, ഒരു നോളജ് ഉണ്ട്. അതെങ്ങനെയാണ് ആ കണക്ഷൻ വരുന്നതെന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഇപ്പോൾ എന്ത് മനസ്സിലാക്കി വെക്കുക, ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ എഗെയിൻ ഒരു 3 പോയിന്റ് ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ സംസാരിക്കുന്നത് അറേനെ ബേസ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ആദ്യത്തെ മൊഡ്യൂളിൽ അറേ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ സ്ട്രക്ചറാണ് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ അറേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ എന്തായിരുന്നു ആ പ്രശ്നം? അതിനെ ഓവർകം ചെയ്യാനാണോ ലിങ്ക്ഡ് ലിസ്റ്റ് വന്നത്? എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഞാനൊരു കുഞ്ഞ് എക്സാമ്പിൾ എടുക്കുകയാണ്. ഞാൻ അറേ ഇൻറ്റ് എ ഓഫ് 5 എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു അറേനെ ഡിക്ലെയർ ചെയ്തു. എന്താ ഇതിൻ്റെ മീനിങ്? ഇതിൻ്റെ ബിഹൈൻഡ് മെമ്മറിയിൽ എങ്ങനെ അലോക്കേഷൻ നടക്കുക? ഒരു അറേ എ എന്ന് പറയുന്ന പേരിൽ ഒരു അറേ എന്ത് ചെയ്യും, അവിടെ അലോക്കേറ്റ് ആവും. അതിൽ 0 to 4 വരെ ആയിരിക്കും ഇൻഡെക്സ് വരുന്നത്. മാക്സിമം നമുക്ക് എത്ര എലമെൻറ്റിന് സ്റ്റോർ ചെയ്യാം? 5 എലമെൻറ്റിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇവിടെ വരുന്ന ഒരു മെയിനായിട്ടുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റിക് ആയിട്ടായിരിക്കും മെമ്മറി അലോക്കേഷൻ നടക്കുക. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. എന്താ ഈ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ്? ചേഞ്ച് ചെയ്യാതെ നിൽക്കുന്നത് എന്നുള്ളൊരു മീനിങ് ആണ് എന്തിലുള്ളത്, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞതിൽ ഉള്ളത്. ഞാനിപ്പോൾ 10 20 30 40 50 എന്ന് പറഞ്ഞിട്ട് ഞാനിതിൽ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് വെച്ചു. ഇത് സ്റ്റാറ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള വാല്യൂസിനെ എനിക്ക് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ഇതിലേക്ക് എനിക്ക് ഇപ്പം ഞാൻ 20 ഇൻസേർട്ട് ചെയ്തു, ഇനി എനിക്ക് ഈ 20 ഉള്ള പൊസിഷൻ, അതായത് 1 എന്ന് പറഞ്ഞ ഇൻഡെക്സിലേക്ക് 20 അല്ലാതെ മറ്റൊരു വാല്യൂവിനെ എനിക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊന്നുമല്ല പറഞ്ഞതിൻ്റെ മീനിങ്. അപ്ഡേഷൻ പോസിബിൾ ആവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂവിനെ ബേസ് ചെയ്തിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. അതിൻ്റെ സൈസ് ഞാൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഞാൻ സൈസ് 5 എന്ന് കൊടുത്തു. ആ 5 എന്ന് പറഞ്ഞ സൈസ് എന്താണ്, ഫിക്സ്ഡ് ആണ്. അങ്ങനെയാണ് എന്ത് പറയുന്നത്, സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആണെന്നാണ്. അതിൻ്റെ ഉള്ളിലുള്ള വാല്യൂവിനെ പറ്റിയിട്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. ഞാൻ AO5 എന്ന് കൊടുത്തു. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ, മാക്സിമം എനിക്ക് 5 എലമെൻറ്റിനെ എനിക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ഞാൻ അവിടെ ആരെ മാത്രമേ സ്റ്റോർ ചെയ്തിട്ടുള്ളൂ, വെറും 2 എലമെൻറ്റിനെ മാത്രമേ സ്റ്റോർ ചെയ്തുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ആ കേസിൽ എന്താ നടക്കുക, ഒരു 3 മെമ്മറി സ്പേസ് അവിടെ എന്തായിട്ട് മാറി, വേസ്റ്റേജിലേക്ക് പോയില്ലേ? 3 മെമ്മറി സ്പേസ് വേസ്റ്റേജിലേക്ക് പോയി. അതൊരു പ്രശ്നമാണ്. അതേപോലെ ഞാൻ 5 എലമെൻറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് ഞാൻ അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് സൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ചെയ്തു വന്നപ്പോൾ എനിക്ക് എന്ത് ചെയ്തു, എനിക്ക് 10 ആൾക്കാർ സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. എനിക്ക് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ, ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള എത്രയാണ് സൈസ്, 5 കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് 5 ആൾക്കാരെ മാത്രമേ മാക്സിമം ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് എന്താണ്, ഷോർട്ടേജ് ആണ്. അപ്പോൾ ഇത് രണ്ടും ആരുടെ പ്രശ്നമാണ്, അറേയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതായത് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനാണ്. അപ്പോൾ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ് ആണ്, ചേഞ്ച് ചെയ്യില്ല. എന്ത് ചേഞ്ച് ആവില്ല എന്നാണ് പറയുന്നത്, അതിൻ്റെ മെമ്മറി അഥവാ സൈസ് എന്ത് ചെയ്യില്ല, ചേഞ്ച് ആവില്ല. അവിടെ എന്തുണ്ടാവാം, മേ ബി മെമ്മറി വേസ്റ്റേജും ഉണ്ടാവാം, അറ്റ് ദി സെയിം ടൈം വേണമെങ്കിൽ എന്തുണ്ടാവാം, മെമ്മറി ഷോർട്ടേജും ഉണ്ടാവാം. ഇത് അറേയുടെ ഒരു പ്രശ്നമാണ്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ് ആര്, ലിങ്ക്ഡ് ലിസ്റ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആയിരിക്കും. അതായത് ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യല്ല ചെയ്യുന്നത്, ഒരു സൈസ് അങ്ങ് പറയല്ല, ഡൈനാമിക്കലി വേണ്ട സമയത്ത് റൺ ടൈമിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെമ്മറി അലോക്കേറ്റ് ചെയ്ത് പോകുന്നുണ്ടാവുക. അപ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ മൈൻഡിലേക്ക് അതിൻ്റെ കൂടെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ വരേണ്ട ഒരു ടേമാണ് എന്ത്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഓക്കെ, ഇനി രണ്ടാമത് ഞാനൊരു സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇൻസേർഷൻ ഡിലീഷൻ നോ ഷിഫ്റ്റിംഗ്. അതായത് ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അകത്ത് ഇൻസേർഷനും ഡിലീഷനും ഈ 2 ഓപ്പറേഷൻ നടക്കുമ്പോഴും എന്തിൻ്റെ ആവശ്യമില്ല, ഷിഫ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമില്ല.
അപ്പോൾ സ്വാഭാവികമായിട്ടും അറേയിൽ എന്ത് നടത്തുന്നുണ്ടാവാം? ഷിഫ്റ്റിംഗ് നടത്തുന്നുണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇതാ ഈ 1 എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സിൽ 20 ആണുള്ളത്. ആ 20നെ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ 20നെ ഞാൻ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഓക്കെ ആണോ? അതായത് ഇവിടെ എനിക്ക് ഫ്രീ സ്പേസ് അലോക്കേഷൻ നടക്കുമോ? എനിക്കൊരിക്കലും പറ്റില്ല. കാരണം എന്താ? അറേയുടെ ഒരു മെയിൻ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി തന്നെ എന്താ? അറേ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? കണ്ടീജിയസ് മെമ്മറി അലോക്കേഷനിലായിരിക്കും നമ്മൾ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുക. എന്താ കണ്ടീജിയസ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തടുത്തുള്ള മെമ്മറി ലൊക്കേഷനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക? സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഇവിടെ ഫ്രീ സ്പേസ് ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? 2ലും 3ലും 4ലൊന്നും എനിക്ക് ഡാറ്റയാണ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്ന സമയത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട്. ഇനി എനിക്ക് 3ലാണ് എന്ത് ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക, പുതിയൊരു ഡാറ്റയെ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. ആ ടൈമിൽ എനിക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്? ഷിഫ്റ്റിംഗ് നടത്തേണ്ട ആവശ്യമുണ്ട്. അറേയിൽ നമ്മൾ ഇൻസേർഷനും ഡിലീഷൻ്റെയും ടൈമിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്? ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ എന്തിൻ്റെ ആവശ്യമില്ല? ഷിഫ്റ്റിങ്ങിൻ്റെ ആവശ്യം ഇല്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്. ദെൻ റാൻഡം ആക്സസ് ഈസ് നോട്ട് പോസിബിൾ. എന്താ റാൻഡം ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇപ്പോൾ ഞാനൊരു ക്ലാസ്സിലേക്ക് വന്നിട്ട് റാൻഡായിട്ടൊരു കുട്ടീനെ വിളിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡം ആക്സസ് ആണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എഴുന്നേറ്റ് ഏത് ഓർഡറിൽ വേണമെങ്കിലും പുറത്തേക്ക് പോകാം. അതല്ലാതെ ഞാൻ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്, ഫസ്റ്റ് ബെഞ്ചിലുള്ള ആൾ ഫസ്റ്റ് പുറത്ത് പോവുക, അതിനുശേഷം അടുത്ത ആൾ, അങ്ങനെ പറയുകയാണെങ്കിൽ അത് റാൻഡം ആക്സസ് അല്ല. അവിടെ എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. 1 by 1 ആയിട്ട് മാത്രമേ എനിക്ക് അവിടെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കേസുണ്ട് അല്ലേ? അപ്പോൾ അറേ റാൻഡം ആക്സസ് ആണെന്ന് പറയാൻ എന്തുകൊണ്ടാണ് കാരണം? ഇപ്പോൾ അതാ എ എന്നുള്ളതാണല്ലോ എൻ്റെ അറേയുടെ നെയിം. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുകയാണ് A of 3 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഡയറക്റ്റായിട്ട് ആരെ കിട്ടും? 3 എന്ന് പറഞ്ഞ ഇൻഡെക്സ് ഉള്ളത് 40 ആണ്, അതിനെനിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ എനിക്ക് വിളിക്കാം. അതായത് 1 by 1 അല്ലാതെ ഇൻഡെക്സ് സ്പെസിഫൈ ചെയ്തിട്ട് എനിക്ക് വിളിക്കാം. അതിനാണ് ഞാൻ എന്ത് വിളിക്കുക? റാൻഡം ആക്സസ് എന്ന് വിളിക്കുക. അതെവിടെ പോസിബിളാണ്? അറിയേണ്ട കേസിൽ അത് പോസിബിളാണ്. പക്ഷേ ലിങ്ക്ഡ് ലിസ്റ്റിൽ അത് പോസിബിൾ അല്ല. 1 by 1 ആയിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എത്താൻ പറ്റുള്ളൂ. അപ്പോൾ റാൻഡം ആക്സസ് എന്തിൽ പോസിബിൾ അല്ല? ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അകത്ത് പോസിബിൾ അല്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഏറ്റവും ബേസിക് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. ഓക്കെ, ഇനി ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റിൽ നമ്മൾ ആ എലമെൻറ്റിനെ വിളിക്കുന്നൊരു പേര്. സാധാരണ ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെൻറ്റിനെ നമ്മൾ നോഡ് എന്ന് പറഞ്ഞൊരു പേര് വെച്ചിട്ടാണ് വിളിക്കുക. ലിങ്ക്ഡ് ലിസ്റ്റിൽ എലമെൻറ്റിനെ നോഡ് എന്ന് വിളിക്കും. ഒരു നോഡിന് മെയിനായിട്ട് 2 പാർട്ടാണ് ഉണ്ടാവുക. ആദ്യത്തെ പാർട്ടിനെ ഞാൻ ഡാറ്റ എന്ന് വിളിക്കും. അതായത് ഇവിടെ സ്റ്റോർ ചെയ്യുന്ന എന്തായിരിക്കും? വാല്യൂ ആയിരിക്കും. ഒരു 8 എന്നോ 10 എന്നോ എന്തെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇവിടെ സ്റ്റോർ ചെയ്യുന്നുണ്ടാവുക. രണ്ടാമത്തെ പാർട്ടിനെ ഞാൻ ലിങ്ക് പാർട്ട് എന്നാണ് വിളിക്കുക. ലിങ്ക്, ചില ആൾക്കാർ അതിനെ നെക്സ്റ്റ് എന്നൊക്കെ ഞാൻ വിളിച്ച് കണ്ടിട്ടുണ്ട്. നെക്സ്റ്റ് അഥവാ ലിങ്ക് അഥവാ അഡ്രസ്സ് എന്നൊക്കെ വിളിക്കും. അതായത് തൊട്ട അപ്പുറത്ത് കിടക്കുന്ന നോഡിൻ്റെ അല്ലെങ്കിൽ അടുത്ത നോഡ് എവിടെയാണോ കിടക്കുന്നത്, തൊട്ടപ്പുറത്ത് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി ഭംഗിയുള്ളൊരു വാക്ക്, അടുത്ത നോഡ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സിനെ സ്റ്റോർ ചെയ്യുന്ന പോർഷനാണ് എന്ത്? രണ്ടാമത്തെ പോർഷൻ. അതിനെ നമ്മൾ ലിങ്ക് അഥവാ നെക്സ്റ്റ് എന്ന് വിളിക്കും. സപ്പോസ് ഞാനിവിടെ 100 എഴുതി. അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്നറിയോ? ഒരു നോഡുണ്ട്, ആ നോഡിൽ സ്റ്റോർ ചെയ്ത് നിൽക്കുന്ന ഡാറ്റ 8 ആണ്. തൊട്ടെവിടെയോ ഒരു നോഡുണ്ട്, തൊട്ടപ്പുറത്ത് നിന്നൊന്നുമല്ല, എവിടെയോ ഒരു നോഡുണ്ട്. ആ നോഡിൻ്റെ അഡ്രസ്സ് എന്താണ്? 100 ആണ് എന്നുള്ളതാണ് എന്ത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന മീനിങ്. ഓക്കെ, ഇനി അടുത്തൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിലേക്ക് എഴുതുക? നമ്മൾ ക്ലാസ്സിൽ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡാറ്റ ലിങ്ക് അതൊക്കെ നിങ്ങൾ ഫെമിലിയർ ആയിരിക്കും. പക്ഷേ ഇത് ഞാൻ എങ്ങനെയാണ് ഒരു പ്രോഗ്രാമിൽ, ഒരു സി പ്രോഗ്രാമിംഗ് നമ്മൾ ലാബിൽ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഞാൻ അതിൻ്റെ കോഡ് പോവുക? എങ്ങനെയാണ് ഒരു നോഡിനെ സ്പെസിഫൈ ചെയ്യുക എന്നുള്ളൊരു കേസ് നമ്മൾ പറയുമ്പോൾ ഒരു നോഡിന് മെയിനായിട്ട് എന്ത് പാർട്ടാണുള്ളത്? ഞാൻ പറഞ്ഞു ഡാറ്റ പാർട്ടും ഉണ്ട്, അഡ്രസ് പാർട്ടും ഉണ്ട് അല്ലേ? ഡാറ്റ പാർട്ടും ഉണ്ട്, അഡ്രസ് പാർട്ടും ഉണ്ട്. അപ്പോൾ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതെന്തായിരിക്കും? ഒരു ഇൻറ്റിജർ ഡാറ്റ എങ്ങാനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ഇൻറ്റിജർ ആയിരിക്കും കൊടുക്കുക. പിന്നെ അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പോയിൻ്റർ ആയിരിക്കും. അപ്പോൾ ഒരു നോർമൽ ഡാറ്റയും വന്നു, ഒരു പോയിൻ്ററും വന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് എന്ത്? സ്ട്രക്ചർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ ലിങ്ക്ഡ് ലിസ്റ്റിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ ഒരു നോഡിനെ നമ്മൾ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ നമ്മൾ കൂട്ടുപിടിക്കുന്നത് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. നിങ്ങൾ സിയിൽ പഠിച്ചിട്ടുണ്ടാവും, ഓർമ്മയുണ്ടാവും എന്നുള്ളൊരു കേസിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ സ്ട്രക്ചർ എഴുതുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡ് ആയിരുന്നു എന്ത്? സ്ട്രക്റ്റ് എന്ന് പറഞ്ഞൊരു കീവേഡ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ട്രക്റ്റ് എന്നെഴുതി, അതിനുശേഷം സ്ട്രക്ചറിൻ്റെ പേര്. അപ്പോൾ ഇവിടെ എലമെൻറ്റിനെ വിളിക്കുന്നത് നോഡെന്നാണല്ലോ. അപ്പോൾ ഞാൻ അതിന് എന്ത് പേര് കൊടുത്തു? ഞാൻ നോഡ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. ഞാൻ കേളി ബ്രേസസ് ഓപ്പൺ ചെയ്തു,
ഡാറ്റയുണ്ട്. ഇവിടെ ഞാൻ ഇൻറ്റിജർ ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ഇൻറ്റ് ഡാറ്റ എന്ന് ഞാനവിടെ കൊടുത്തു. ഓക്കെ. രണ്ടാമത് എന്താണ്, ഒരു പോയിൻ്റർ വേരിയബിളാണ് അല്ലേ. പോയിൻ്റർ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ കിടക്കുന്ന ഒരു നോഡിൻ്റെ അഡ്രസ്സ് അല്ലേ 100. അപ്പം 100 സപ്പോസ് ഇവിടെയാണുള്ളതെങ്കിൽ, ഇതാണ് 100 എങ്കിൽ ഈ 100നും എന്തുണ്ടാകും, ഒരു ഡാറ്റയും ഉണ്ടാവും, ഒരു ലിങ്കും ഉണ്ടാവും. സോ അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് യൂസ് ചെയ്യുകയാണ്, സ്ട്രക്റ്റ് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഓർ ലിങ്ക് നമുക്ക് എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യാം, കൊടുക്കാം. ഇവിടെ കൺഫ്യൂസ് ആവാൻ പാടില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുത്തതെന്നുള്ളത്. രണ്ടാമത്തെ പോർഷനിലുള്ളത് എന്താ, 100 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അഡ്രസ്സാണ്. ആ അഡ്രസ്സ് പോയി നോക്കിയാൽ അവിടെ ഒരു നോഡാണ് ഉണ്ടാവുക. ആ നോഡിനും എന്തുണ്ടാവാം, ഒരു ഡാറ്റ പാർട്ടും ഉണ്ടാവും, ഒരു ലിങ്ക് പാർട്ടും ഉണ്ടാവും. സോ അത് കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു, സ്ട്രക്റ്റ് നോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സെയിം അടുത്തൊരാളെയും കൂടെ ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ ഡിക്ലെയർ ചെയ്ത് വെക്കുന്നു. സ്റ്റാർ നെക്സ്റ്റ് എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം, അവിടെ ലിങ്ക് എന്ന് യൂസ് ചെയ്യാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും. അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ 2 എണ്ണം വന്നതുകൊണ്ട്, അപ്പോൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പും വന്നു, ഇൻറ്റിജറും വന്നു. അപ്പോൾ ഡിഫറെൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ആളാണ് എന്ത്, സ്ട്രക്ചർ. അതുകൊണ്ടാണ് ഞാൻ എന്ത് വരച്ചിട്ടുള്ളത്, ഇത് ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. അത് ഡൈനാമിക് മെമ്മറി അലോക്കേഷനാണ് നടക്കുക. എന്താണ് ഡൈനാമിക്, അറേ സ്റ്റാറ്റിക് ആയിരുന്നു. എന്തായിരുന്നു സ്റ്റാറ്റിക് എന്ന് ആലോചിക്കുക. ഇൻസേർഷൻ ഡിലീഷൻ്റെ കേസിൽ ഷിഫ്റ്റിംഗ് ആവശ്യമില്ല. റാൻഡം ആക്സസ് ഇവിടെ പോസിബിൾ അല്ല. എലമെൻറ്റിനെ നമ്മൾ നോഡെന്ന് വിളിക്കുന്നു. ആ നോഡിന് മെയിനായിട്ട് 2 പാർട്ടാണുള്ളത്, ഡാറ്റ പാർട്ടും ഉണ്ട്, ലിങ്ക് പാർട്ടും ഉണ്ട്. ഡാറ്റയിൽ വാല്യൂ സ്റ്റോർ ചെയ്യും. ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നോഡ് എവിടെയാണോ കിടക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവുക. ഇനി ഈ ലിങ്ക് ലിസ്റ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഞാൻ അറേക്കിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും പറഞ്ഞു. ലിങ്ക് ലിസ്റ്റിൻ്റെ ഒന്നാമത്തെ പ്രശ്നമായിരുന്നു എന്ത്, റാൻഡം ആക്സസ് പോസിബിൾ അല്ല. അടുത്ത പ്രശ്നമാണ് എന്ത്, നമ്മൾ ഓരോരോ നോഡ് പറയുമ്പോഴും എക്സ്ട്രാ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പോയിൻ്ററും കൂടെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഹോൾഡ് ചെയ്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ പോയിൻ്റർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ മെമ്മറി വേണ്ടി വരും. അത് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ലിങ്ക് ലിസ്റ്റിൻ്റെ ഒരു പ്രശ്നമായിട്ട് വേണമെങ്കിൽ അതും കൂടെ നോട്ട് ചെയ്യാം. ഓക്കെ. ഇനി ഞാനിതാ ഒരു എക്സാമ്പിൾ കാണിക്കുകയാണെങ്കിൽ, ഞാനിവിടെ ഒരു 2 ലിങ്ക്ഡ് ലിസ്റ്റ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ലിങ്ക്ഡ് ലിസ്റ്റ്, രണ്ട് ലിങ്ക്ഡ് ലിസ്റ്റിലും 4 നോഡ് വെച്ചിട്ടാണുള്ളത്. ഇവിടെ അഡ്രസ്സ് നോക്കുക, 100, 200, 300, 400 അഡ്രസ്സ് വരുന്നത്. അതായത് 200 ഞാനിവിടെ എഴുതി. ദാറ്റ് മീൻസ് ഈ നോഡിന് ഇയാളുമായിട്ട് കണക്ഷൻ ഉണ്ട്. തൊട്ടടുത്ത നോഡെന്ന് മനസ്സിലാക്കരുത്. 200 എന്ന് പറഞ്ഞ നോഡ് എവിടെയാണെങ്കിലും ആ നോഡുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ള രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതേപോലെ 300 ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, 400 ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത നോഡുമായിട്ടൊരു കണക്ഷൻ വന്നു. നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലീനിയർ പ്രോപ്പർട്ടി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്, ഒരു നോഡിൻ്റെ ലിങ്ക് പാർട്ടിൽ അടുത്ത നോഡ് അത് എവിടെയാണെങ്കിലും അതിൻ്റെ അഡ്രസ്സ് സ്റ്റോർ. ഇപ്പം നമുക്കറിയാം 100 കഴിഞ്ഞാൽ 200 അല്ല, 100 കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ട്, ഒരുപാട് ഫ്രീ മെമ്മറീസ് ഉണ്ടാവാം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അതൊന്നും എഴുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറയുന്നത്, നമ്മൾ പറയുമ്പോൾ തൊട്ടപ്പുറത്ത് എന്നൊക്കെ പറയുമെങ്കിൽ പോലും ഇവിടെ വേണമെങ്കിൽ നമുക്ക് 1000 ആക്കാം, ഇവിടെ വേണമെങ്കിൽ 2000 ആക്കാം. അടുത്ത നോഡ് ഏത് മെമ്മറിയിലാണോ ഉള്ളത് അതിൻ്റെ അഡ്രസ്സിനെ ഇവിടെ സ്റ്റോർ ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. ഇനി ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്നോട് ആരോ ഡൗട്ട് ചോദിച്ചിരുന്നു, ഇവിടെ 100, 200, 300, 400 അങ്ങനെ തന്നെ എഴുതണോ? അങ്ങനെയൊന്നുമില്ല. ഒരു എക്സാമ്പിൾ എടുക്കുകയാണ്. അപ്പോൾ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ അഡ്രസ്സ് അങ്ങനെ എഴുതി. അതേപോലെ എക്സാമ്പിൾ എടുക്കുമ്പോൾ ഞാൻ ഈ ഡാറ്റ എഴുതി. ഈ ഡാറ്റയും ഈ അഡ്രസ്സും എഴുതണമെന്ന് എന്തില്ല, യാതൊരുവിധ നിർബന്ധമില്ല. ഇനി ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ലാസ്റ്റ് നോഡിൻ്റെ ലിങ്ക് പോർഷൻ ഞാൻ ഇൻറ്റു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താ, നൾ എന്നുള്ളതാണ് മീനിങ്. അതായത് ഇത് കഴിഞ്ഞു, എൻ്റെ ഈ ലിങ്ക് ലിസ്റ്റ്, ഈ എക്സാമ്പിൾ എടുത്ത ലിങ്ക് ലിസ്റ്റിൽ 4 നോഡേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത നോഡ് അവിടെ ഇല്ല. ഉണ്ടെങ്കിൽ അതിന് അഡ്രസ്സ് കൊടുക്കാമായിരുന്നു. അവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്ത് കൊടുത്തു, നൾ എന്ന് കൊടുത്തു. ഓക്കെ. ഇനി ഫസ്റ്റ് നോഡിനെ നമ്മൾ എപ്പോഴും വിളിക്കുന്നൊരു പേരാണെന്ത്, ഹെഡ് നോഡ്. അങ്ങനെ പറയുമ്പോൾ പോലും ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ലൈബ്രറി ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിവിടെ ഓറിട്ടിട്ട് 2 ആക്കി വരച്ച് കാണിച്ചിട്ടുള്ളത്. ഇവിടെ ഹെഡ് നോഡിൻ്റെ ഡാറ്റ പോർഷൻ നള്ളാക്കി വെക്കും. അത്തരത്തിലുള്ള ലിങ്ക് ലിസ്റ്റിന് നമ്മളൊരു പുതിയ പേര് വിളിക്കും. എന്താണ്, ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വിളിക്കും. ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വിളിക്കും. അപ്പോൾ മെജോറിറ്റി പല ടെക്സ്റ്റും ഫോളോ ചെയ്യുന്നത് ഹെഡർ ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ അഥവാ ഹെഡ് നോഡിൻ്റെ ഡാറ്റ പോർഷൻ നള്ളാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ അങ്ങനെയല്ലാതെ ഹെഡ് നോഡിൽ എന്തിടും, ഡാറ്റ ഇട്ടിട്ട് കാണിക്കും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അതായത് ഹെഡ് നോഡിൽ നമുക്ക് നള്ളാണെങ്കിൽ അത് ഹെഡർ ലിങ്ക് ലിസ്റ്റ് എന്നൊരു പ്രത്യേക കാറ്റഗറിയിലേക്ക് വിളിക്കുന്നു. നമ്മൾ ആ രീതിയിൽ പഠിച്ചാലും മതി. ഹെഡിൻ്റെ ലിങ്ക് നള്ളാണ് എന്നുള്ള രീതിക്ക് നമ്മൾ എന്ത് ചെയ്താലും മതി, പഠിച്ചാലും മതി. അങ്ങനെ അല്ലാതെ നിങ്ങൾ ടെക്സ്റ്റോ സൈറ്റോ റെഫർ ചെയ്യുമ്പോൾ കാണുകയാണെങ്കിൽ അത് തെറ്റല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് പറയുന്നത്. ചില ടെക്സ്റ്റിൽ ഇങ്ങനെയും കാണാറുണ്ട്. നോർമലി നമ്മൾ ഫോളോ ചെയ്യുന്നത് ഹെഡറിൻ്റെ
ലിങ്ക് ഹെഡറിൻ്റെ ഡാറ്റ നള്ളായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഹെഡറിൻ്റെ ഡാറ്റ നള്ളായിരിക്കും, അതേപോലെ ലാസ്റ്റ് നോഡിനെ ടെയിൽ നോഡെന്നൊക്കെ വിളിക്കാൻ പറ്റും, പക്ഷേ അതിൻ്റെ ലിങ്ക് പോർഷനും എന്തായിരിക്കും നള്ളായിരിക്കും. ഇതിൻ്റെ കണക്ഷൻ പോകുന്നത് അടുത്ത ആളുടെ തൊട്ടടുത്തുള്ള ആളുടെ ലിങ്ക് അഡ്രസ്സ് എന്താണോ ആ അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക പ്രീവിയസ് നോഡിൻ്റെ ലിങ്ക് പോർഷനിൽ എന്ത് ചെയ്യുന്നുണ്ടാവുക സ്റ്റോർ ചെയ്ത് കിടക്കുന്നുണ്ടാവുക. അതൊന്നും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ നമുക്കിതിൻ്റെ മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കേസ് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ അറേൻ്റെ മെമ്മറി എങ്ങനെയാണ് 0 1 2 3 4 എന്ന് പറയുമ്പോൾ തൊട്ടടുത്തുള്ള സ്പേസിലാണ്. അങ്ങനെ തന്നെയാണോ ഇതിലും അലോക്കേഷൻ നടക്കുന്നത് എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, അതായത് ഇവിടെ ഇതാ ഒരു ടേബിൾ സ്ട്രക്ചർ എഴുതുകയാണ്. ഇവിടെ ഞാൻ ഡാറ്റ എന്ന് എഴുതി, ഇവിടെ ഞാൻ ലിങ്ക് അഥവാ അഡ്രസ്സ് എന്നുള്ളൊരു കോളം വരക്കുകയാണ്. ഇവിടെ 100 ഉണ്ട്, 101 ഉണ്ട്, 102 ഉണ്ട്, 103 ഉണ്ട്, അങ്ങനെ അങ്ങനെ പോയി 200 ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 100ൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ ഒന്നുമില്ല, 100ൽ ഹെഡാണ്, ഒന്നുമില്ല എന്ന് കാണിക്കുന്നു. 100ൻ്റെ അഡ്രസ്സിലുള്ളത് 200ആണ്. അപ്പോൾ ഇനി ഞാൻ ആരെ പറ്റി നോക്കേണ്ട ആവശ്യമില്ല. 100 102 103 അതൊക്കെ ഫ്രീ സ്പേസ് ആയിട്ടാണ് കിടക്കുക. അതിന് നമ്മൾ വിളിക്കുന്നൊരു പേരാണെന്ത് ഫ്രീ ഹോൾസ് എന്നുള്ളൊരു പേര് വിളിക്കാറുണ്ട്. ഇനി നേരെ എവിടെ പോകും? ദാ ഇവിടെ 200 ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ 200ൽ പോവും. ഇപ്പോൾ 200ൽ ആരാണുള്ളത്? 5, അതേപോലെ 300. അപ്പോൾ ഈ രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക അലോക്കേഷൻ നടക്കുന്നുണ്ടാവുക. ഞാൻ എന്തുകൊണ്ടാണ് മെമ്മറി അലോക്കേഷൻ ഇങ്ങനെ വരച്ച് കാണിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇടക്ക് തൊട്ടടുത്തുള്ള ആളല്ലേ, അപ്പോൾ ആ ഒരു പോയിൻ്റ് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, കൺഫ്യൂസ്ഡ് ആവാൻ പാടില്ല. തൊട്ടടുത്തുള്ള ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അടുത്ത നോഡിനെ പറ്റി ഒരു ഇൻഫർമേഷൻ ഉണ്ട്. അടുത്ത നോഡ് എന്ന് പറഞ്ഞാൽ 100 കഴിഞ്ഞിട്ട് 101 ആവണം എന്നൊന്നും നിർബന്ധമില്ല. അതിനിടയിൽ മെജോറിറ്റി ഫ്രീ സ്പേസ് ഉണ്ടാവാം, അതൊന്നും എന്നെ ബോദർ ചെയ്യുന്ന കേസല്ല. പക്ഷേ അടുത്ത നോഡ് എവിടെയാണോ ഉള്ളത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. എൻ്റെ തൊട്ടടുത്തിരിക്കണമെന്നോ അല്ലെങ്കിൽ കണ്ടീജിയസ് ആവണമെന്നോ ഒന്നും എന്തില്ല, നിർബന്ധമില്ല. അപ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ കൂട്ടുപിടിക്കുമ്പോൾ അറേയും ലിങ്ക്ഡ് ലിസ്റ്റിൻ്റെ കണക്ഷൻ മനസ്സിലാവില്ല. ഇതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ലിങ്ക്ഡ് ലിസ്റ്റിനെ പറ്റിയൊരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയാനുള്ള കാര്യം.